ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞാനുണ്ടല്ലോ രാവിലെ ജിസം കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതേ അടുക്കളയിലേക്ക് കയറാൻ നേരത്തുണ്ടല്ലോ, അവിടെ ഈ അടുക്കളയുടെ തൊട്ട് പുറകിലായിട്ട് ഒരു ചെടിച്ചട്ടി തൂങ്ങിക്കിടപ്പുണ്ട്. അതിൽ ഈ മഞ്ഞ കളറിലെ പക്ഷി ഇരിപ്പുണ്ടായിരുന്നേ. എന്നെ കണ്ടപ്പോഴേക്കും അത് പെട്ടെന്ന് ഇതേണ്ട ഈ മാവിൻ്റെ കൊമ്പത്തേക്ക് പറഞ്ഞ് അവിടെ രണ്ട് പക്ഷികൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുങ്ങളെ കണ്ടപ്പോഴേക്കും മൊബൈലും എടുത്തുകൊണ്ട് ഓടി വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നെ കാണുമ്പോഴേ ഇതുങ്ങൾ പറന്നു പോകുമല്ലോ. ഒരുപാട് പക്ഷികൾ വരാറുണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ഉണ്ട്, കൊച്ചു പറമ്പാണ്. ചെടികളും ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ ചെടികളും മരങ്ങളും ഒക്കെ. പക്ഷേ ഇതേ കൂടെ ഉണ്ടല്ലോ എന്തുമാത്രം പക്ഷികൾ വരാറുണ്ടെന്നറിയുമോ? പല തരത്തിലുള്ള ഇപ്പം കണ്ട ഈ മഞ്ഞ പക്ഷിയിലെ അതുപോലത്തെ തന്നെ പച്ച കളറുള്ളതും വരാറുണ്ട്. എനിക്കിഷ്ടമായി ഇതുങ്ങളെ കാണാനായിട്ട്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ മൊബൈലും എടുത്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുമ്പോഴേക്കും ഇതുങ്ങൾ നമ്മളെ കാണുമ്പോൾ പറന്നു പോകുമല്ലോ. അപ്പം ഞാനിന്ന് എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ തമ്പനയിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് വീട്ടമ്മമാരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പം വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ യൂട്യൂബ് ജേർണി, 1.5 വർഷത്തെ യൂട്യൂബ് ജേർണി. ഇതിൽ നിന്ന് വരുമാനത്തേക്കാൾ അപ്പുറം ഞാൻ നേടിയത് എന്താണ് എന്നുള്ളത്. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഈ വീഡിയോ ആ വീഡിയോയുടെ ഒരു ബാക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നാൾ മുമ്പേ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഫോൺ വിളിച്ചിട്ട് അവൾ കുറച്ച് സങ്കടങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അവൾ എന്നെപ്പോലെ തന്നെ വീട്ടമ്മയായിട്ട് ഇരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുകയാടി, നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്നതല്ലേ, അപ്പോൾ നമ്മളൊക്കെ പഠിച്ചു, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്കൊക്കെ പോയി ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പം അങ്ങനെ അങ്ങ് വീട്ടമ്മയായി പോയി. പിന്നെ ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാനാണെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ ജോലിക്ക് പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ വീട്ടമ്മയായി പോകുമല്ലോ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഈ കൂട്ടുകാരി ഉണ്ടല്ലോ, ആളും നമ്മളെല്ലാവരെയും പോലെ കുട്ടികളൊക്കെ തീരെ കുഞ്ഞിനായിരുന്നപ്പം നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുട്ടികളെ നോക്കലും പണി, അപ്പോൾ നല്ല തിരക്കായിരിക്കുമല്ലോ. ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പോലുള്ള നേരമില്ല. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഭർത്താവ് ജോലിക്ക് പോകും. പിന്നെ ഭർത്താവും കുട്ടികളും പോയി കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് വീട്ടിൽ ഒറ്റയ്ക്കായി കഴിയുമ്പോഴുണ്ടല്ലോ എന്തൊക്കെയോ ഒരു ഒറ്റപ്പെടൽ തോന്നും അല്ലേ. അപ്പോൾ ഇവള് വിളിച്ചിട്ട് പറയുകയാണ്, എനിക്കങ്ങ് ഭയങ്കര വിഷമമാണ്, ഞാൻ ഇടയ്ക്കിരുന്ന് കരയും, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, അങ്ങനെ അതിന് പറ്റിയ ഒരു സാഹചര്യം ഇല്ല, അടുത്ത് പോകാൻ പറ്റിയ രീതിയിലുള്ള അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നുമില്ല. പിന്നെന്താണ്, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയാൽ തന്നെയും ഇപ്പം ഭർത്താവോ കുട്ടികളോ ഉള്ളപ്പം ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നടക്കുന്ന കാര്യമല്ലല്ലോ. കുട്ടികൾക്ക് വല്ല അസുഖമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റിയ ആൾക്കാരൊന്നും അവൾക്ക് അങ്ങനെ അടുത്തൊന്നും ഇല്ലതാനും. അപ്പോൾ അവളിങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്ന് വെച്ചാൽ ആൾക്കും സമയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരാലും പുച്ഛിക്കപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഈ ഇപ്പോൾ വീട്ടമ്മമാർക്ക് കുട്ടികളും ഭർത്താവും അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും വീട്ടിലിഷ്ടം പോലെ പണി ഉണ്ടാകും. തൂക്കലും തുടക്കലും വൃത്തിയാക്കലും പാത്രം കഴുക്കും, പിന്നെ കുട്ടികൾ വരുമ്പോഴേക്കും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം, കഴുക്കും പെറുക്കും. അങ്ങനെ ചിലരുടെയൊക്കെ വീടുകളെന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ വീടുകളൊക്കെ അല്ല. എൻ്റെ വേറൊരു കൂട്ടുകാരി പറയാണ്ട് വലിയൊരു കൊട്ടാരം പോലെ വീട് വൃത്തിയാക്കല ദിവസം മുഴുവൻ ഈ വൃത്തിയാക്കല. അപ്പം ഒട്ടും സമയമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു കസിനും പറയുമെന്ന്, കുട്ടികൾ സ്കൂളിൽ പോയി നമ്മളുടെ പണികളൊക്കെ തീർത്തൊന്ന് ശ്വാസം വിടാൻ തുടങ്ങുമ്പോഴേക്കും കുട്ടികൾ തിരിച്ച് സ്കൂൾ വിട്ട് വരും. അപ്പോൾ അതുപോലെ പണിയുണ്ട്. പക്ഷേ എല്ലാവരും ചോദിക്കും, വീട്ടിലെന്താ പണി, ചുമ്മാ ഇരിക്കല്ലേ. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരിയും പറയാ, എടി പണിയുണ്ട് ഇഷ്ടം പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് രാവിലെ പോവും, കുട്ടികളും പോകും സ്കൂളിൽ. അപ്പം അവർ വരുന്നതിന് മുമ്പ് എനിക്ക് നേരെ നിൽക്കാനുള്ള സമയമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃത്തിയാക്കലും പരിപാടികളും അതും ഇതുമൊക്കെ ആയിട്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, ഒരിത്തിരി പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് പരിപാലിച്ച് ഇങ്ങനെ സമയം പോകുന്ന അറിയേയില്ല. പക്ഷേ എന്നാലും ഒരു വിഷമം എന്താണെന്നറിയോ, ഈ പണികളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലോ നമ്മുടെ വീട്ടിലെ സാധനങ്ങളോട് മാത്രം സംസാരിച്ച് വീട്ടിലെ 4 മുക്കിനോടും വർത്താനം പറഞ്ഞ് ചെടികളോടും പച്ചക്കറികളോടും വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊരു വിഷമം. ഞാനും പഠിച്ചതല്ലേ, എൻ്റെ കൂടെ പഠിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പോഴും ജോലിയൊക്കെ ചെയ്യുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. പക്ഷെ ഞാൻ പഠിച്ച് ജോലിയൊക്കെ ചെയ്ത് ഇപ്പം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെ
പണിയോട് പണി, പണി തന്നെ പണി. പക്ഷേ ഒരു വിലയില്ല. നമുക്കൊന്ന് സന്തോഷിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു പുച്ഛം മാത്രം. എന്നുവെച്ചാൽ നീ എന്താ ചെയ്യണേ, രാവിലെ മുതൽ കാണുന്നവർ മുഴുവൻ ഇതാ ചോദ്യം. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുകയാണല്ലേ എന്നെല്ലാവരുടെ ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടമ്മമാരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കണം. ഭർത്താവും മക്കളും രാവിലെ പോകുമല്ലോ, രാവിലെ ഭക്ഷണമൊക്കെ റെഡി ആവുമല്ലോ, പിന്നെ എന്താ പണി, വൈകുന്നേരം വരെ എന്നാ എടുക്കും, ടി വി കാണുമോ, കിടന്നുറങ്ങുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനുണ്ടല്ലോ, എൻ്റെ മോൻ ചെറുതായിരുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്ത് പണിയുണ്ടാവും കുഞ്ഞു കുട്ടികളെ കൊണ്ട് തന്നെ. എന്നിട്ടും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, ജിസും കുക്കും പോയി കഴിയുമ്പോഴേക്കും മോനും ബിന്നിയും കൂടെ എന്നാ എടുക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്നുറങ്ങുമോ നിങ്ങൾ എന്നാ എടുക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, മടുക്കുകയല്ല ഇങ്ങനെ ചുമ്മാ ഇരുന്നിരുന്ന്. ഈ ഒരു ചോദ്യം കേട്ട് കഴിയുമ്പോഴേ നമുക്കങ്ങ് ചൊറിഞ്ഞു കഴിയും. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്വാസം വിടാനോ മര്യാദയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലുള്ള നേരം ഉണ്ടാവത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും കൊണ്ട് വരുമ്പോഴുണ്ടല്ലോ നമുക്കങ്ങ് കലി കയറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചോദിക്കുന്ന ആൾക്കാരും മിക്കവാറും ചുമ്മാ ഇരിക്കുന്നവരായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ എൻ്റെ ആ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, അവളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് എല്ലാ വീട്ടമ്മമാരോടും പറയാനുള്ളത്. നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ, ചുമ്മാ ഇരിക്കുകയല്ലേ, എന്താ പണി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ, നമ്മളെ പുച്ഛിക്കുന്ന ആൾക്കാർ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമുക്കൊരു വിലയും തരാത്ത ആൾക്കാർ, അവരെ ഓർത്ത് നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കതിനുള്ള നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വിഷമിക്കാൻ വേണ്ടി മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ, അവരെ നമ്മൾക്കൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അവരുടെ സ്വഭാവം അതാണ്. അവരെ മാറ്റാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനം നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ആ ഒരു ഗതികേടിലേക്ക് വരും. അപ്പം അവർ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരങ്ങ് പറയട്ടെ, അവർ പറഞ്ഞ് സന്തോഷിക്കട്ടെ. അവരുടെ സന്തോഷം അതാണെങ്കിൽ നമ്മളാലാവും വിധം നമ്മൾക്ക് അവർക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റി, നമ്മളുടെ കുറ്റം പറഞ്ഞ് അവർ സന്തോഷിക്കുവാണെങ്കിൽ നമ്മൾ അവർക്കൊരു സന്തോഷം കൊടുത്തു എന്നങ്ങ് വിചാരിച്ചാൽ മതി. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ ആരുടെയെങ്കിലുമൊക്കെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഒരിത്തിരി സന്തോഷം നമുക്ക് വിതറാൻ സാധിച്ചാൽ അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അപ്പം നമ്മളുടെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്തോട്ടെ. അപ്പോൾ നമ്മളാൽ നമുക്ക് അവർക്കൊരു സന്തോഷം കൊടുക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുക എന്നുള്ള കാര്യമൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം അതുപോലെ മനസ്സിൻ്റെ ഉള്ളിനെ വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ച ചില ആൾക്കാരുടെയൊക്കെ കുടുംബത്തിൻ്റെ അടിത്തറ വരെ ഇളക്കി കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ ഓരോ കുറ്റമൊക്കെ പറഞ്ഞിട്ടേ, അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരോടും ഇവരോടൊക്കെ കുറ്റവും അതും ഇതും എല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ അതുപോലെ ഓരോ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഓർത്ത് നമുക്കങ്ങനെ മറക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ അതുപോലെ ഇപ്പം സന്തോഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് സന്തോഷിക്കണ നേരത്ത് നമ്മൾ സന്തോഷിച്ചു, പിന്നെ അതങ്ങ് മറന്നു പോകും. പക്ഷെ ആ വിഷമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നമ്മൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. നമ്മളെ അതുപോലെ വിഷമിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മളങ്ങനെ മറക്കാൻ പാടാണ്. ആ വിഷമങ്ങൾ ഓർത്ത് പിന്നെയും നമ്മൾക്ക് കരയാൻ എളുപ്പമാണ്. അപ്പോൾ ഈ വിഷമങ്ങളൊക്കെ മറക്കാനും നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട്, നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മൾ കുറച്ച് എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. വീട്ടമ്മമാർ എപ്പോഴും എൻഗേജ്ഡാണ്. അവർക്ക് വിശ്രമിക്കാൻ സമയം കുറവാണ് മിക്കവാറും ആൾക്കാർക്കും. ചില ആൾക്കാരൊക്കെ ഉണ്ട് രാവിലെ തന്നെ എല്ലാ പണികളും കഴിയുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ദിവസം മുഴുവൻ പണി എടുത്തു കഴിഞ്ഞാലും തീരത്തില്ല. അത് വേറെ ഒരു കാര്യം, അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് പണി കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദിവസം മുഴുവൻ പണി എടുത്തു കഴിഞ്ഞാലും തീരത്തില്ല. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ വീട്ടിലെ പണികളുണ്ടല്ലോ, അതൊരു വീട്ടമ്മയുടെ ജോലി. അത് വീട്ടിലെ വൃത്തിയാക്കലും പരിപാടികളും ഭക്ഷണം ഉണ്ടാക്കലും മുറ്റോടിക്കലും, അതുപോലെ ചിലർക്ക് ചെടികളും പച്ചക്കറികളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഇതിനേക്കാളും ഉപരി നമ്മൾക്ക് സന്തോഷം തരുന്നത് എന്താണെന്ന് നോക്കുക. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. ഇപ്പോൾ എൻ്റെ ചില കൂട്ടുകാരുണ്ട്, അത് രാവിലെ തന്നെ ഇങ്ങനെ പണികളൊക്കെ ചട്ടപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് തീർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ കുറച്ച് നേരം പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാൻ പോകാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പം ഡാൻസ് പഠിക്കാൻ, പാട്ട് പഠിക്കാൻ, ട്യൂഷൻ എടുക്കാൻ, അങ്ങനെയൊക്കെ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ചില കൂട്ടുകാരുണ്ട്. അവരെയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് അങ്ങനെ പുറത്തിറങ്ങി കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് കഴിയുമ്പം അവർക്ക് കിട്ടുന്ന സന്തോഷം ഒത്തിരി നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ വിഷമങ്ങളും കുറേ പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് മറന്നുപോയി ആൾക്കാരുടെ കൂട്ടത്തിൽ മിങ്കിൾ ചെയ്ത് ആൾക്കാരുടെ കൂട്ടത്തിൽ സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു അടുത്ത പണികൾ ചെയ്തു. അങ്ങനെ ഒരു തിരക്കായിട്ടിരിക്കുമ്പോൾ മനസ്സിന് കുറേ സമാധാനം കിട്ടും. ഈ ഡാൻസും പാട്ടും ട്യൂഷനും മാത്രമൊന്നുമല്ല, അതുപോലെ ഒത്തിരി 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 ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഈ പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റാവുന്ന നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ യോഗ ക്ലാസ്സുകളായിരിക്കാം, അല്ലെങ്കിൽ വ്യായാമമായിരിക്കും, എന്തെങ്കിലും എക്സസൈസുകളൊക്കെ ഇത് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ജിമ്മായിരിക്കാം. അങ്ങനെ എന്തിലെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഇപ്പം ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് ഒട്ടും സമയം മാറ്റി വെക്കാനുണ്ടാവത്തില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം നമ്മൾ ഈ ചത്ത് കിടന്ന് പണിയെടുത്ത് കഴിഞ്ഞാലും ആരും മൈൻഡ് ചെയ്യല. എന്താ പണിയെടുത്തേ, ചുമ്മാ ഇരിക്കല്ലേ എന്നൊരു ചോദ്യം മാത്രമേ കേൾക്കുള്ളൂ. വയ്യ എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ എന്ന് ചോദിക്കും. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ ഒരു പുല്ല് വില പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ആരാ കഷ്ടപ്പെടാൻ പറഞ്ഞേ എന്നേ നമ്മളോട് ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ പണികൾ നമുക്കാവുന്ന രീതിയിൽ ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പം എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടുന്നത് പോലെ ഈ ലോകത്തിൽ എല്ലാവരും ഒരുപോലെ ജനിച്ച് വീണ ആൾക്കാരാണ്. അപ്പം നമ്മൾക്കും സന്തോഷിക്കാനും സമാധാനപ്പെടാനും അവകാശമുണ്ട്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ എക്സസൈസോ ജിമ്മോ അതുപോലെ ഡാൻസ് പാട്ട് ട്യൂഷൻ അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും പോകാൻ പറ്റിയ സാഹചര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീടുകളിൽ ആരെങ്കിലും ഉണ്ടല്ലോ ഒന്ന് കൂട്ടുപിടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ പറ്റുമെങ്കിൽ നിങ്ങളുടെ തന്നെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂട്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് കൂടുതൽ പേരുണ്ടെങ്കിൽ നല്ല കാര്യം, ഒരു കൂട്ടേ ഉള്ളെങ്കിൽ ഒരു കൂട്ട് നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഒരുമിച്ച് ഒന്ന് വൈകുന്നേരം ഒന്ന് നടക്കാൻ പോകാൻ പറ്റുമോ. രാവിലെ ഒന്നും മിക്കവാറും ആൾക്കാർക്ക്, പിന്നെ പെണ്ണുങ്ങൾക്കൊന്നും രാവിലെ ഒന്നും സമയം കിട്ടാറില്ല. രാവിലെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കലും പിള്ളേരെ സ്കൂളിൽ വിടലും അങ്ങനത്തെ ആ പണി ഈ പണി അങ്ങനെ ഓരോ പണികളൊക്കെ ആയിട്ട് നടക്കും. ഇനിയിപ്പോൾ രാവിലെ സമയം കിട്ടുന്നവരാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴാണ്, അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ഒന്ന് നടക്കാൻ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒന്ന് വ്യായാമം കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂറെങ്കിലും കുറച്ച് നേരം ഒന്ന് വ്യായാമം ചെയ്ത് കുറച്ച് നേരം ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് മനസ്സിന് കുറേ സന്തോഷം തരും കേട്ടോ. വ്യായാമം നടത്തോ മാത്രമൊന്നുമല്ല കേട്ടോ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചുകൊണ്ട് അത് ചെയ്യാം. വേണമെങ്കിൽ ഒരുമിച്ച് ഒരു ചെടി കൃഷി നടത്താം, ഒരുമിച്ചൊരു പൂന്തോട്ടം ഉണ്ടാക്കാം, ഒരുമിച്ച് പച്ചക്കറികൾ നടാം, അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ രാവിലെ അവളുണ്ടല്ലോ പണികളൊക്കെ തീർത്ത് വെക്കും. എന്നിട്ട് കുട്ടികളൊക്കെ പോയി കഴിയുമ്പം അവൾക്ക് തയ്യൽ മെഷീനുണ്ട്, വീട്ടിൽ നിന്ന് തന്നെ തയ്ച്ചു കൊടുക്കും. പിന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് വിൽക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ 2 കൂട്ടുകാരുണ്ടല്ലോ, അവർ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ട് അവർ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കും. നമ്മളുടെ വീട്ടിലെ ഷോക്കേസിലും അവിടെ ഇവിടെയൊക്കെ വെക്കാൻ, തട്ടും ഒക്കെ വെക്കാൻ പറ്റിയ ഓരോ സാധനങ്ങൾ എന്ത് ഭംഗിയാണെന്നറിയോ ഉണ്ടാക്കുന്ന കാണാൻ. അപ്പോൾ അവരുടെ വീടുകളിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കും. അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കും, അവരുടെ കുട്ടികൾക്ക് കൊടുക്കും, അവരുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പോൾ അവരതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾക്കൊക്കെ അയച്ചു തരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ഇപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ അയ്യോ ഇവരുണ്ടാക്കിയതാണോ തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ കാണാൻ. അപ്പോൾ ഇത് നമ്മൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരുടെ മനസ്സിലുള്ള ഒരു സന്തോഷം. ഇപ്പം നമ്മളെ ആരെങ്കിലും പൊക്കി, അതൊരു മനുഷ്യ സഹജമല്ലേ, നമ്മളെ ആരെങ്കിലും ഒന്ന് പൊക്കി പറയുകയാണെങ്കിൽ ആദ്യം ചെയ്തത് നല്ലതാണ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്കിടെ മനസ്സിനൊരു സന്തോഷമാകുകയല്ലേ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനൊന്നും അങ്ങനെ അങ്ങ് പൈസ ചിലവുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ. ഇവർ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഈ വീട്ടിലെ കുപ്പിയും പാട്ടയും പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ ഇപ്പം ഒരു തുണി തയ്ക്കാനാണെങ്കിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ കുക്കിംഗ് ആണെങ്കിലും നമ്മളെന്തായാലും കുക്ക് ചെയ്യേണ്ടതല്ലേ, അധിക സാധനങ്ങൾ എന്തായാലും കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ നോക്കുക.
പിന്നെ ചെടികളാണേലും പച്ചക്കറികൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾക്കൊന്നും അങ്ങനെ ഒത്തിരി പൈസ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇനിയിപ്പം ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തേനൊക്കെ ഒരു 1-2 മണിക്കൂർ നേരത്തേനൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾക്കുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ നമുക്ക് പറ്റപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ്, എടി എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്, എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കൂട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒരു കൂട്ട് കണ്ടുപിടിച്ച് ആ കൂട്ടിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ നോക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഐഡിയീസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു കൂട്ടുണ്ടെങ്കിൽ എന്ത് നല്ലതാണ്. ഇപ്പം അടുത്തുള്ള വീട്ടുകാരോ ബന്ധുക്കാരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഒരു കൂട്ടും കൂടി ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ഐഡിയാസ് കാണും. ചിലപ്പോൾ ഒരു കൊച്ചു ഐഡിയ ആയിരിക്കാം നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കിയാലോ എന്നുള്ള ആ ഒരു കൊച്ചു ഐഡിയ ആയിരിക്കാം ചിലപ്പം വലിയ വലിയ നല്ല നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മുമ്പ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ബൈബിൾ വായനയുടെ ഒരു ചാനൽ. അതങ്ങനെ അങ്ങ് നടന്നു പോകുന്നു. പക്ഷേ എനിക്കൊരു കുക്കിംഗ് ചാനൽ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം കൂടെ തുടങ്ങണം എന്നുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടി ബിസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പം തുടങ്ങണം എന്നുള്ള ആലോചന അത് എത്ര നാൾ നീണ്ടു പോയി കഴിഞ്ഞാലും എപ്പോൾ തുടങ്ങുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല, എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം ഒന്നും അറിയത്തില്ല എങ്ങനെ ചെയ്യണമെന്നൊന്നും. അപ്പോഴാണ് അടുത്ത വീട്ടിലെ കൂട്ടുകാരി ഇങ്ങനെ ചുമ്മാ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, നമുക്കൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോ. ആ ഒരൊറ്റ പറച്ചിലുണ്ടല്ലോ, ആ ഒരു വാക്കാണ് എന്നെ ഈ ചാനൽ എൻ്റെ ഇത്രയും എത്തിച്ചത്. ഇതിലന്നത്തെ എനിക്ക് വരുമാനമൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞല്ലോ. പക്ഷേ അതിനേക്കാളും അപ്പുറം ഞാൻ നേടിയെടുത്തത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ. അതും ഈ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പം എൻ്റെ ഈ ഒരു കൂട്ടുകാരി അവൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടും അവൾക്ക് എൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കൂടാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ അവൾക്ക് ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അതുകൊണ്ട് കൂടാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് അവളുടെ ആ ഒരു ഐഡിയ അതെന്നെ ഇത്രമാത്രം എത്തിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റി. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊരു തിരക്കാണെന്നറിയാമോ, ഒന്നും ആലോചിക്കാനുള്ള നേരമില്ല, ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്നു. ഭർത്താവും മക്കളും രാവിലെ പോകും, രാവിലെ ഭക്ഷണം റെഡിയാവും, പിന്നെ ബാക്കി പണികൾ വൈകുന്നേരം വരെ ബാക്കി പണികൾ. ഞാനിങ്ങനെ സ്ലോ ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം ആ കൂട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ഞാൻ എടുക്കുന്ന പണികൾ വീഡിയോ എടുത്ത് എനിക്കൊരു ചാനലിട്ട് അങ്ങനെയാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഞാനൊരു വീട്ടമ്മയായിരിക്കുമ്പം എനിക്ക് ഈ വീട്ടമ്മ എന്ന ജോലിക്കപ്പുറത്ത് എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു തോന്നലാണ്. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വീട്ടമ്മ എന്ന ആ ഒരു ജോലികളിൽ ഇത്ര പണികളുണ്ടല്ലോ, ആ പണികൾ എത്ര കാലം എടുത്തു കഴിഞ്ഞാലും തീരാത്ത പണികളാണ്. അത് നമ്മൾ മരിക്കുമ്പോഴേയും നമ്മളിങ്ങനെ ഈ പണി എടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ അതിൽ ഞാൻ പറയട്ടെ, അതിനകത്ത് നമുക്കൊരു വരുമാനം കിട്ടുന്നില്ല, നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല. കിട്ടുന്നത് തന്നെ എല്ലാവരുടെ അടുത്തു നിന്നും പുച്ഛം മാത്രം, നീ ചുമ്മാ ഇരിക്കുകയാണെന്നുള്ള ആ ഒരു സംസാരം മാത്രം, അതേ കേൾക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിനേക്കാളപ്പുറം നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കഴിവുകളും നമ്മളുടെ സമയവും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അത് ചെയ്ത് അങ്ങനെ നമുക്ക് എക്സ്ട്രാ എന്ത് ചെയ്യും. ഇപ്പോൾ ഒരു ചെടി നട്ട് അതിൽ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ഞാൻ നട്ട ചെടിയിൽ ഇത്രയും പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു, ഇത് കാണാൻ എന്തൊരു ഭംഗിയാണ് എന്ന് അതിലൊന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്താലും എനിക്കിത് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ഭയങ്കരം തന്നെയാട്ടോ. പ്രത്യേകമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, നമ്മളെ പരിഗണിക്കാൻ ആൾക്കാരുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും എന്ന ചിന്തയോടെ ഒരിക്കലും തുടങ്ങരുത് ഒന്നും. ഓർക്കുക, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, നമ്മളെ സഹായിക്കും നമ്മളെ പരിഗണിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് മിക്കവാറും പുച്ഛവും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ വലിയ ആകാംക്ഷയോടെ നമ്മൾ വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിട്ട്
നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾക്ക് ഈ കുറ്റപ്പെടുത്തലുകളും പുച്ഛവും കളിയാക്കലുകളും ഒക്കെ വന്നു കഴിയുമ്പം നമ്മളെ അത് കൂടുതൽ വിഷമത്തിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് നമുക്കൊരു കൂട്ടുണ്ടെങ്കിൽ ആ കൂട്ടിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഓർത്ത് നമ്മൾ ചെയ്യുക. മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവർ കളിയാക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ അതൊന്നും ഗൗനിക്കേ വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ കുറ്റപ്പെടുത്തുന്നവരും പുച്ഛിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ, അവരത് ചെയ്ത് അവരതിൽ സന്തോഷം കണ്ടെത്തിക്കോട്ടെ. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ മടുത്തിട്ട് അവർ പിന്നെ അങ്ങ് വിട്ടു പൊക്കോളും. പിന്നെ അവർ നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങിക്കോളും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആരെ മാനിക്കാതെ നമ്മൾ അങ്ങ് ചെയ്തോളുക. ആർക്കും ഒരു ഉപദ്രവവും വരുത്തുന്നില്ലല്ലോ. ആർക്കെങ്കിലും ഉപദ്രവം വരുത്തുന്ന കാര്യം ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇനി മുതൽ ഒട്ടും സമയം കളയാതെ കഴിഞ്ഞുപോയ കാലം ഓർത്ത് അയ്യോ ഇത്രയും സമയം ചുമ്മാ കളഞ്ഞല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പോയ സമയം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ഇനിയുള്ള സമയം നഷ്ടപ്പെടുത്താതെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോർത്ത് ആരെയും മാനിക്കാതെ നമ്മൾക്ക് സന്തോഷവും നമ്മൾക്ക് സംതൃപ്തിയും കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ കുറ്റപ്പെടുത്താനും അതുപോലെ കമ്പയർ ചെയ്യാനും അവരൊക്കെ എന്ത് നന്നായിട്ട് ചെയ്യും, നീ എന്താ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ച് താരതമ്യം ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്ന് ഓർക്കുക. അപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കാതെ അതൊന്നും മാനിക്കുകയും ചെയ്യേണ്ട. അതൊക്കെ ചുമ്മാ ഒരു ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ അങ്ങ് കളയുക. എന്നിട്ട് നമുക്കാവുന്ന രീതിയിൽ, എല്ലാവരും ഒരുപോലെയല്ലല്ലോ, പലരും പല രീതിയിലല്ലേ, പലർക്കും പല രീതിയിലല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ എനിക്ക് അവർ പറയുന്ന ആൾക്കാർ, നമ്മളെ താരതമ്യപ്പെടുത്തുന്ന ആൾക്കാരെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യുക. ഈ കുറ്റപ്പെടുത്തുന്നവരും കളിയാക്കുന്നവരും ഒക്കെ പിന്നെ തന്നെ നമ്മുടെ ഇടത്തേക്ക് തന്നെ തിരിച്ചു വരും എന്ന് ഓർക്കുക. അപ്പം എല്ലാ വീട്ടമ്മമാർക്കും ഓൾ ദ ബെസ്റ്റ്. ഇതെല്ലാ വീട്ടമ്മമാർക്കും കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.